പഴയങ്ങാടി കുപ്പംപുഴയിൽ കായൽ പെട്രോളിംഗ് ശക്തമാക്കി ഫിഷറീസ് അധികൃതർ. പുഴയിൽ നിന്നും അനധികൃത മത്സ്യബന്ധനം നടത്തിയ വലയും അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇനിയും നടപടികൾ ശക്തമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഴയങ്ങാടി കുപ്പംപുഴയിൽ ദാൽക്കടവ് ഭാഗത്ത് വേലിയേറ്റ സമയത്ത് അനധികൃത മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച വലയും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ഫിഷറീസ് വകുപ്പ്, മാടായി മത്സ്യഭവൻ ഓഫീസർ, മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ കായൽ പെട്രോളിംഗിനിടെയാണ് അനധികൃത മത്സ്യബന്ധനം ശ്രദ്ധയിൽപ്പെട്ടത്. കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചർ ആക്ട് 2010 പ്രകാരം രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലാത്തതും കണ്ണി വലിപ്പം കുറഞ്ഞതുമായ മീൻപിടുത്ത വലകൾ അനധികൃതമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശം. ഇതുപ്രകാരം ഇനിയും നടപടികൾ ഉണ്ടാകുമെന്ന് മാടായി മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രഭാഷ് ലാൽ പറഞ്ഞു. ഫിഷറീസ് മാടായി മത്സ്യഭവൻ്റെ പരിധിയിൽ വരുന്ന കുപ്പംപുഴയിലെ ദാലിൽ കടവിൽ വെച്ചിട്ടാണ് നമുക്ക് അനധികൃതമായിട്ട് ഒരു മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രം, അതായത് വലയും മുളകളും ഉപയോഗിച്ച് നാട്ടിൽ വേലിയേറ്റ സമയത്ത് മത്സ്യം പിടിക്കുന്ന ഒരു സംവിധാനം കണ്ടെത്തുകയും നമ്മുടെ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് അനധികൃതമായിട്ടുള്ള ഒരു മത്സ്യബന്ധനമായിരിക്കെ കിഫ ആക്ട് 2020 അതിൻ്റെ അമെൻമെൻറ്റ് 2021 പ്രകാരം ഇവയെ നമുക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ നൽകാൻ സാധിക്കുന്നതല്ല. അങ്ങനെയിരിക്കെ ഇവരെ ഈ ഉപകരണത്തെ നമ്മൾ ഇമ്പോണ്ട് ചെയ്ത് മത്സ്യഭവനെ സൂക്ഷിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. FEO പ്രഭാഷ് ലാൽ, അസിസ്റ്റന്റ് FEO മിനി നാരായണൻ, ഫിഷറീസ് ഓഫീസർ CV ആശ തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.